എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 കിലോ ബിരിയാണി അരിയാണ് എടുക്കുന്നത്. ഈ അരി നല്ലോണം കഴുകിയതിന് ശേഷം ഒരു 1/4 മണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് അരി ഊറ്റി വെക്കണം. ഇനി അരി തിളപ്പിക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിലേക്ക് 4 ഏലക്ക, 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് അരിയും കൂടി വേവിക്കാനുണ്ടായതുകൊണ്ട് അതിലേക്കുള്ള ഉപ്പും കൂടി കണക്കാക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം അടി പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നാക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. അപ്പോൾ അരിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവ് ചെക്ക് ചെയ്തിട്ട് അരി ഊറ്റിയെടുക്കാം. അപ്പോൾ അരിയൊക്കെ ഇവിടെ പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 4 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തതാണ്, ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 6 പച്ചമുളകാണ് കീറി എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. ഒരു ഏകദേശം ഒരു 3 ടീസ്പൂണ് വെളുത്തുള്ളിയും 2 ടീസ്പൂൺ ഇഞ്ചിയും ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ശേഷം ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവ് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാലേ ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സായി വരികയുള്ളൂ. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 7 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിൻ്റെ കൂടെ തന്നെ 2-3 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് ആവി പോയതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കിയത്. ഇനി മസാല നമുക്കൊരു ചെമ്പട്ടിയിലേക്ക് മാറ്റാം. ഇതിൽ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവറും 1 ടീസ്പൂൺ നെയ്യുമാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതെല്ലാം ചൂടായതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഞാൻ കോരിയെടുത്തതിന് ശേഷം ഒന്നും കൂടി ബ്രൗൺ കളറായി വരും. അപ്പോൾ ഈ കളറിൽ തന്നെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയിൽ വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈര് 5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വേണ്ടത് ചപ്പും പുതിനയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചപ്പും പുതിന ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. കട്ടയൊക്കെ ഉടച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബിരിയാണി മസാലയാണ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഉള്ളി വറുത്ത എണ്ണ അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അടിയുള്ള കണലൊക്കെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ടോ കല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലകളൊക്കെ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്